നമസ്കാരം, ഗുഡ്നസ് ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ജമ്മു കാശ്മീരിൽ ചാവേർ ആക്രമണത്തിന് സാധ്യത, മുന്നറിയിപ്പ് നൽകി ഇന്റലിജൻസ്. ഇലക്ട്രൽ ബോണ്ട് വഴി പണം തട്ടിയെന്ന പരാതി, നിർമ്മല സീതാരാമനെതിരെ കേസ്. UN അസംബ്ലിയിൽ പാകിസ്ഥാനെതിരെ ആഞ്ഞടിച്ച് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. റഷ്യ യുക്രൈൻ സംഘർഷം, ഷെല്ലാക്രമണത്തിൽ കൊല്ലപ്പെട്ട സന്ദീപിന്റെ മൃതദേഹം നാട്ടിലെത്തിച്ചു. നേപ്പാൾ പ്രളയം, കാഠ്മണ്ഡു താഴ്വരയിൽ കനത്ത നാശം, വീടുകളും പാലങ്ങളും തകർന്നു. വാർത്തകൾ വിശദമായി. ജമ്മു കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിനിടെ ചാവേർ ആക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട്. ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദാണ് ആക്രമണത്തിന് പദ്ധതിയിടുന്നത്. തെരഞ്ഞെടുപ്പിനിടെ പ്രമുഖ രാഷ്ട്രീയ നേതാക്കളെയും സുരക്ഷാ സേനയും ഭീകര ലക്ഷ്യമിടുന്നതായാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. നിയന്ത്രണ രേഖയോട് ചേർന്നുള്ള ലോഞ്ച് പാടായ സോനാറിൽ വിവിധ സംഘടനകളിൽപ്പെട്ട 4-5 ഭീകരർ അതിർത്തിയിലൂടെയുള്ള നുഴഞ്ഞുകയറ്റത്തിന് തയ്യാറായി നിൽക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ട്. അവർക്കൊരു ഗൈഡും ഉള്ളതായാണ് സൂചന. ഇതിനിടെ ബരാമുള്ളയിലെ ആപ്പിൾ തോട്ടത്തിൽ നിന്ന് 2 വിദേശ ഭീകരരെ പിടികൂടുകയും ചെയ്തിരുന്നു. വിജയകരവും സമാധാനപരവുമായി ജമ്മു കാശ്മീരിൽ തിരഞ്ഞെടുപ്പ് പൂർത്തിയാക്കുവാൻ കഴിഞ്ഞാൽ അത് ഭീകരവാദികൾക്കും അവരെ പിന്തുണയ്ക്കുന്നവർക്കും വലിയ തിരിച്ചടിയായേക്കുമെന്നാണ് വിലയിരുത്തൽ. അതേസമയം 10 വർഷത്തിനിടെ ആദ്യമായാണ് ജമ്മു കാശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 3 ഘട്ടങ്ങളിലായി നടക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ ആദ്യ 2 ഘട്ടങ്ങൾ പൂർത്തിയായി. സെപ്റ്റംബർ 18-നും 25-നുമാണ് ആദ്യ 2 ഘട്ടങ്ങൾ നടന്നത്. മൂന്നാമത്തെയും അവസാനത്തെയും ഘട്ട തെരഞ്ഞെടുപ്പ് ഒക്ടോബർ 8-നാണ് നടക്കുക. 2019-ൽ ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കിയതിനു ശേഷമുള്ള തെരഞ്ഞെടുപ്പായതിനാൽ ഫലം BJPക്ക് ഏറെ നിർണായകമാണ്. CPM നേതാവ് MM ലോറൻസിന്റെ മൃതദേഹം മെഡിക്കൽ പഠനത്തിന് വിട്ടുനൽകാതെ മോർച്ചറിയിൽ സൂക്ഷിക്കണമെന്ന് ഹൈക്കോടതി. മൃതദേഹം ഏറ്റെടുക്കുവാനുള്ള കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ തീരുമാനം ചോദ്യം ചെയ്ത് ആശ ലോറൻസ് നൽകിയ ഹർജിയിലാണ് കോടതി നടപടി. ജസ്റ്റിസ് VG അരുൺ വ്യാഴാഴ്ച ഹർജി വീണ്ടും പരിഗണിക്കും. മുതിർന്ന CPM നേതാവും LDF മുൻ കൺവീനറുമായ MM ലോറൻസ് ഈ മാസം 21-നാണ് അന്തരിച്ചത്. മൃതദേഹം മെഡിക്കൽ കോളേജിന് വിട്ടുനൽകുവാൻ മക്കളായ ML സജീവൻ, സുജാത എന്നിവർ തീരുമാനിച്ചു. ലോറൻസിന്റെ ആഗ്രഹപ്രകാരമാണിതെന്നാണ് മക്കൾ അറിയിച്ചത്. ഇതിനെ മറ്റൊരു മകളായ ആശ എതിർത്തു. 23-ന് മൃതദേഹം എറണാകുളം ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വെച്ചപ്പോൾ മക്കൾ തമ്മിൽ കയ്യാങ്കളിയുണ്ടായി. ഹൈക്കോടതിയിൽ ഹർജി നൽകിയതിന് പിന്നാലെ 3 മക്കളുടെയും വാദം കേട്ടതിനു ശേഷം തീരുമാനമെടുക്കാൻ എറണാകുളം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന് കോടതി നിർദ്ദേശം നൽകി. ഹിയറിംഗ് നടത്തിയ ശേഷം മൃതദേഹം ഏറ്റെടുക്കുവാൻ മെഡിക്കൽ കോളേജ് അധികൃതർ തീരുമാനിച്ചു. മൃതദേഹം പഠനത്തിന് വിട്ടുനൽകുമെന്ന് മരിക്കുന്നതിനു മുൻപ് പിതാവ് തന്നോട് പറഞ്ഞിരുന്നുവെന്നും 2 ഉറ്റ ബന്ധുക്കൾ ഇതിന് സാക്ഷികളാണെന്നുമുള്ള സജീവന്റെ വാദം കണക്കിലെടുത്തായിരുന്നു വിധി. എന്നാൽ മുൻപ് മൃതദേഹം വിട്ടുനൽകുന്നതിൽ അനുകൂല തീരുമാനം പറഞ്ഞിരുന്ന സുജാത ഹിയറിംഗിന്റെ സമയത്ത് മൃതദേഹം മതാചാരപ്രകാരം സംസ്കരിക്കുന്നതിനും താൻ എതിരല്ലെന്ന് വ്യക്തമാക്കിയിരുന്നു. മൃതദേഹം മതാചാരപ്രകാരം സംസ്കരിക്കപ്പെടണമെന്നാവശ്യപ്പെട്ട ഇളയ മകൾ ആശ അഭിഭാഷകനൊപ്പമാണ് ഹിയറിംഗിനെത്തിയത്. ഈ തീരുമാനത്തിൽ നിന്ന് ലോറൻസ് പിന്മാറിയതായി രേഖകളൊന്നുമില്ലെന്ന് സമിതി വിലയിരുത്തി. മെഡിക്കൽ കോളേജിന്റെ തീരുമാനം റദ്ദാക്കണമെന്നും ഹിയറിംഗിനിടെ കേരള അനാട്ടമി നിയമത്തിന്റെ വ്യവസ്ഥകൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ച മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ, സൂപ്രണ്ട് എന്നിവർക്കെതിരെ അന്വേഷണം നടത്തണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടു. ഹൈക്കോടതി നിർദ്ദേശിച്ച ഹിയറിംഗ് പ്രിൻസിപ്പൽ അട്ടിമറിച്ചെന്നും താൻ ഉന്നയിച്ച ലീഗൽ പ്രശ്നങ്ങൾ പരിഗണിച്ചില്ലെന്നും ആരോപണമുയർന്നിട്ടുണ്ട്. ഇലക്ട്രൽ ബോണ്ട് വഴി പണം തട്ടിയെന്ന പരാതിയിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനെതിരെ കേസെടുത്തു. ജനപ്രതിനിധികൾക്കായുള്ള ബംഗളൂരുവിലെ പ്രത്യേക കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് നിർമ്മല സീതാരാമൻ അടക്കമുള്ളവർക്കെതിരെ കേസെടുത്തത്. നിർമ്മല സീതാരാമനെതിരെ ഉടൻ FIR രജിസ്റ്റർ ചെയ്യണമെന്ന് കോടതി നിർദ്ദേശിക്കുകയായിരുന്നു. ജനാധികാര സംഘർഷ സംഘടനയുടെ അംഗമായ ആദർശ് അയ്യരാണ് നിർമ്മല സീതാരാമനെതിരെ കോടതിയെ സമീപിച്ചത്. ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഇലക്ട്രൽ ബോണ്ട് റദ്ദാക്കിക്കൊണ്ടുള്ള സുപ്രീം കോടതി ഉത്തരവിന് പിന്നാലെയായിരുന്നു അഭിഭാഷകൻ കൂടിയായ ആദർശ് അയ്യർ കോടതിയെ സമീപിച്ചത്. ഇലക്ട്രൽ ബോണ്ടിലൂടെ നടന്നത് തീവട്ടിക്കൊള്ളയാണെന്നും കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ അടക്കമുള്ളവർ അതിൽ പങ്കാളിയാണെന്നുമായിരുന്നു ആദർശ് അയ്യരുടെ ആരോപണം. ഈ ഹർജി പരിഗണിച്ചാണ് നിർമ്മല സീതാരാമനെതിരെ കേസെടുക്കുവാൻ ബംഗളൂരുവിലെ പ്രത്യേക കോടതി നിർദ്ദേശിച്ചത്. കോടതി ഉത്തരവ് പുറത്തുവന്നതിന് പിന്നാലെ നിർമ്മല സീതാരാമന്റെ രാജി ആവശ്യപ്പെട്ട് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ രംഗത്തെത്തി. ജനപ്രതിനിധികൾക്കായുള്ള പ്രത്യേക കോടതിയിൽ നിർമ്മല സീതാരാമനെതിരെ FIR രജിസ്റ്റർ ചെയ്തതായി സിദ്ധരാമയ്യ പറഞ്ഞു. നിർമ്മല സീതാരാമൻ കേന്ദ്രമന്ത്രിയാണ്. അവർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. നിർമ്മല സീതാരാമൻ അടക്കമുള്ളവർ ഇലക്ട്രൽ ബോണ്ട് വഴി പണം തട്ടിയിട്ടുണ്ടെന്നും ആ വിഷയത്തിലാണ് കേസെടുത്തിരിക്കുന്നതെന്നും സിദ്ധരാമയ്യ പറഞ്ഞു. അതേസമയം നിർമ്മല സീതാരാമനെ സംരക്ഷിച്ച BJP രംഗത്ത് വന്നു. ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണെന്നും ഇലക്ട്രൽ ബോണ്ടിന്റെ മറവിൽ ക്രിമിനൽ നടപടികളൊന്നും നടന്നിട്ടില്ലെന്നും BJP വിശദീകരിച്ചു. ഇലക്ട്രൽ ബോണ്ട് പാർട്ടിയുടെ നയപരമായ കാര്യമാണെന്ന് വ്യക്തമാക്കിയ BJP മുഡാഭൂമി കുംഭകോണ കേസിൽ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യെ കടന്നാക്രമിച്ചു. ഐക്യരാഷ്ട്രസഭയുടെ 79ാമത് ജനറൽ അസംബ്ലി സമ്മേളനത്തിൽ
പാകിസ്ഥാനെതിരെ ആഞ്ഞടിച്ച് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. അസംബ്ലിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവെയാണ് ജയശങ്കറിന്റെ മുന്നറിയിപ്പ്. പാകിസ്ഥാന്റെ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ഭീകരവാദ നയത്തെക്കുറിച്ചാണ് മന്ത്രി സംസാരിച്ചത്. പാകിസ്ഥാന്റെ പ്രവർത്തനങ്ങൾക്ക് തീർച്ചയായും അനന്തരഫലങ്ങൾ ഉണ്ടാകുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. പാകിസ്ഥാന്റെ അതിർത്തി കടന്നുള്ള ഭീകരവാദ നയം ഒരിക്കലും വിജയിക്കില്ല. 1947 രൂപീകൃതമായതു മുതൽ ഏറ്റവും മോശമായ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന പാകിസ്ഥാൻ വിനാശകരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വന്നത് ബോധപൂർവമായ നയം കാരണമാണ് ഈ അവസ്ഥയിൽ എത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു. ലോകത്ത് പല രാജ്യങ്ങളും അവരുടെ നിയന്ത്രണത്തിന് അതീതമായ സാഹചര്യങ്ങൾ കാരണം ബുദ്ധിമുട്ടുന്നു. എന്നാൽ ചിലർ വിനാശകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് അറിയാമായിരുന്നിട്ടും തിരഞ്ഞെടുക്കുന്ന നയങ്ങൾ കാരണം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. പാകിസ്ഥാന്റെ ദുഷ്പ്രവർത്തികൾ മറ്റുള്ളവരെയും ബാധിക്കുന്നുവെന്നും ജയശങ്കർ പറഞ്ഞു. പാകിസ്ഥാന്റെ രാഷ്ട്രീയം ജനങ്ങൾക്കിടയിൽ മതഭ്രാന്തി വളർത്തുമ്പോൾ അതിന്റെ GDPയെ തീവ്രവാദത്തിന്റെ രൂപത്തിലുള്ള കയറ്റുമതിയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ അളക്കാൻ കഴിയുന്നുള്ളൂവെന്നും അദ്ദേഹം പരിഹസിച്ചു. പാകിസ്ഥാന്റെ അതിർത്തി കടന്നുള്ള ഭീകരവാദ നയം ഒരിക്കലും വിജയിക്കില്ല. ഇത്തരം പ്രവർത്തനങ്ങൾക്ക് തീർച്ചയായും അനന്തരഫലങ്ങൾ ഉണ്ടാകും. തീവ്രവാദത്തോടുള്ള പാകിസ്ഥാന്റെ ദീർഘകാല ബന്ധം ഉപേക്ഷിക്കണമെന്നും ജയശങ്കർ പറഞ്ഞു. അതിനിടെ UN പൊതുസഭയിൽ കാശ്മീരിനെ കുറിച്ച് പരാമർശിച്ച പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന് ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യൻ നയതന്ത്ര പ്രതിനിധി ബവിക മംഗളാനന്ദയാണ് മറുപടി നൽകിയത്. അതിർത്തി കടന്നുള്ള ഭീകരത അനിവാര്യമായ പ്രത്യാഘാതങ്ങൾ ക്ഷണിച്ചു വരുത്തുമെന്നാണ് ബവിക പറഞ്ഞത്. കാശ്മീരിലെ പാവപ്പെട്ട ജനങ്ങളെ ലക്ഷ്യമിടുന്നത് ഇന്ത്യ അവസാനിപ്പിക്കണമെന്നായിരുന്നു പാക് പ്രധാനമന്ത്രി പറഞ്ഞത്. ആർട്ടിക്കിൾ 370 റദ്ദാക്കിയ നടപടി പിൻവലിക്കണമെന്നും പാക് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. ഇതിനാണ് ബവിക മറുപടി കൊടുത്തത്. അതിർത്തി കടന്നുള്ള ഭീകരവാദം പാകിസ്ഥാൻ പണ്ടുമുതലേ അയൽ രാജ്യങ്ങൾക്കെതിരെ ആയുധമാക്കാറുണ്ടെന്നും ബവിക പറഞ്ഞു. പാർലമെന്റിലടക്കം പാകിസ്ഥാൻ ആക്രമണം നടത്തി. അത്തരമൊരു രാജ്യം അക്രമത്തെക്കുറിച്ച് സംസാരിക്കുന്നത് കാപട്യത്തിന്റെ അങ്ങേയറ്റമാണ്. അട്ടിമറിക്കപ്പെട്ട തിരഞ്ഞെടുപ്പുകളുടെ ചരിത്രമുള്ള ഒരു രാജ്യം രാഷ്ട്രീയ തിരഞ്ഞെടുപ്പുകളെക്കുറിച്ച് സംസാരിക്കുന്നത് അസാധാരണമാണെന്നും ബവിക മറുപടി നൽകി. ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്രുള്ളയെ വധിച്ച ശേഷവും ലബനനിലെ വ്യോമാക്രമണത്തിന്റെ തീവ്രത കുറയ്ക്കാതെ ഇസ്രായേൽ. ശനിയാഴ്ചത്തെ ആക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ ഉന്നത കമാൻഡർ നബീൽ ഗയൂബ് കൊല്ലപ്പെട്ടതായും ഇസ്രായേൽ സേന അറിയിച്ചു. ഇന്നലെയും ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ വ്യോമാക്രമണം ഉണ്ടായി. യുദ്ധവിമാനങ്ങളുടെ ബോംബാക്രമണത്തിലാണ് ഹിസ്ബുള്ളയുടെ കേന്ദ്ര സമിതി അംഗമായിരുന്ന നബീൽ ഗയൂബ് കൊല്ലപ്പെട്ടത്. ഇയാൾ ഇസ്രായേലിനെതിരായ ഭീകരപ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നു. ഇസ്രായേൽ ആക്രമണങ്ങളിൽ ശനിയാഴ്ച 33ഉം ഇന്നലെ 32 പേരും കൊല്ലപ്പെട്ടതായി ലബനീസ് അധികൃതർ പറഞ്ഞു. ശനിയാഴ്ച ഹസൻ നസ്രള്ളയ്ക്കൊപ്പം 20 മുതിർന്ന ഹിസ്ബുള്ളയുടെ കമാൻഡർമാരും കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ സേന സ്ഥിരീകരിച്ചു. ഹിസ്ബുള്ളകൾ ഇന്നലെയും വടക്കൻ ഇസ്രായേലിലേക്ക് റോക്കറ്റുകൾ തൊടുത്തിരുന്നു. ചെങ്കടൽ ഭാഗത്തുകൂടി വന്ന ഡ്രോൺ വെടിവെച്ചിട്ടതായി ഇസ്രായേൽ സേന പറഞ്ഞു. യമനിലെ ഹൂതി വിമതരായിരിക്കാം ഡ്രോൺ തൊടുത്തതെന്നാണ് നിഗമനം. ഹൂതികൾ പ്രയോഗിച്ച മിസൈൽ ഇസ്രായേൽ വെടിവെച്ചിട്ടിരുന്നു. ഇതിനിടെ നസ്രള്ളയുടെ വധത്തിന് പ്രതികാരം ചെയ്യാതിരിക്കില്ലെന്ന് ഇറാനിലെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി പ്രഖ്യാപിച്ചു. രാജ്യത്ത് 5 ദിവസത്തെ ദുഃഖാചരണം നടത്താൻ ഖമേനി ഉത്തരവിട്ടു. നസ്രള്ളയുടെ മരണം ചരിത്രപരമായ വഴിത്തിരിവാണെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. നസ്രുള്ളയെ വധിച്ചതിലൂടെ ഇസ്രായേൽ കണക്ക് തീർത്തെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നസ്രുള്ളയെ കൊന്നതിലൂടെ അയാളുടെ ഇരകൾക്ക് നീതി ലഭിച്ചുവെന്ന് US പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞു. അതേസമയം സംഘർഷം ലഘൂകരിക്കാനായിരിക്കും അമേരിക്ക ശ്രമിക്കുകയെന്നും ഇത് വെടിനിർത്തലിന്റെ സമയമാണെന്നും ബൈഡൻ കൂട്ടിച്ചേർത്തു. നയതന്ത്ര തലത്തിൽ വെടിനിർത്തൽ ശ്രമങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ടെന്ന് ലബനനിലെ വാർത്താവിതരണ മന്ത്രി സിയാദ് മക്കാരി ക്യാബിനറ്റ് യോഗത്തിൽ അറിയിച്ചു. ഇസ്രായേൽ ആക്രമണം മൂലം 2 ലക്ഷം പേർ അഭയാർത്ഥികളായിട്ടുണ്ട്. ബെയ്റൂട്ടിലെ തെരുവുകളിലാണ് പലരും കഴിച്ചുകൂട്ടുന്നത്. ലബനനിൽ നിന്ന് 50,000 പേർ സിറിയയിലേക്ക് പലായനം ചെയ്തതായി UN അറിയിച്ചു. മദ്യനയ അഴിമതി കേസിൽ ജയിലിലാക്കപ്പെട്ട കാലത്ത് കേന്ദ്ര സർക്കാർ തന്നെ തകർക്കാൻ ശ്രമിച്ചിരുന്നുവെന്ന് മുൻ ഡൽഹി മുഖ്യമന്ത്രിയും ആം ആദ്മി പാർട്ടി നേതാവുമായ അരവിന്ദ് കെജ്രിവാൾ. ജയിലിൽ കഴിഞ്ഞ കാലത്ത് മാനസികമായും ശാരീരികമായും കേന്ദ്ര സർക്കാർ പീഡിപ്പിച്ചുവെന്നും ഹരിയാന തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടന്ന പൊതുപരിപാടിയെ അഭിസംബോധന ചെയ്ത് അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര സർക്കാർ തന്നെ മാനസികമായും ശാരീരികമായും പ്രയാസപ്പെടുത്തിയെന്നും പ്രതിദിനം 4 ഇൻസുലിൻ മരുന്നുകൾ ആവശ്യമായിരുന്നിട്ടും തനിക്ക് അവർ മരുന്നുകൾ നിഷേധിച്ചുവെന്നും കെജ്രിവാൾ പറഞ്ഞു. നരേന്ദ്രമോദിക്കെതിരെ ബാദുഷാപൂരിൽ നടന്ന റാലിയിൽ അദ്ദേഹം രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു. പഞ്ചാബിലും ഡൽഹിയിലും അദ്ദേഹം നേരിട്ട വിജയമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ലക്ഷ്യം വെക്കുന്നതിന് കാരണമായതെന്നാണ് കെജ്രിവാളിന്റെ പരാമർശം. ഹരിയാനയിലും കെജ്രിവാൾ സർക്കാർ ഉണ്ടാക്കുമോ എന്ന ഭയമാണ് മോദിക്കെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. CBI കേസിൽ സെപ്റ്റംബർ 13-നാണ് കെജ്രിവാൾ തിഹാർ ജയിലിൽ നിന്നും മോചിതനാകുന്നത്. 5 മാസങ്ങൾക്ക് ശേഷമായിരുന്നു അദ്ദേഹത്തിന്റെ ജയിൽ മോചനം.
സുപ്രീം കോടതിയായിരുന്നു കെജ്രിവാളിന് ജാമ്യം അനുവദിച്ചത്. ജയിൽ മോചിതനായതിനു പിന്നാലെ മുഖ്യമന്ത്രി സ്ഥാനവും അദ്ദേഹം രാജിവെച്ചിരുന്നു. തനിക്ക് നിയമവ്യവസ്ഥയിൽ നിന്നും നീതി ലഭിച്ചെന്നും ഇനി ജനങ്ങളുടെ കോടതിയിൽ നിന്ന് നീതി ലഭിക്കണമെന്നുമായിരുന്നു രാജി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള കെജ്രിവാളിന്റെ പ്രതികരണം. 10 വർഷം ഒരു വരുമാനവും ഉണ്ടാക്കിയിട്ടില്ല. ജനങ്ങളുടെ ആശീർവാദം മാത്രമാണ് ഏക സമ്പാദ്യം. തന്നെയും മനീഷ് സിസോദിയെയും അഴിമതിക്കാരായി ചിത്രീകരിക്കുവാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗൂഢാലോചന നടത്തി. 2012-ൽ തന്റെ അഴിമതി വിരുദ്ധ പോരാട്ടം തുടങ്ങിയത് ജന്തർ മന്ദറിൽ നിന്നാണ്. ആദ്യം തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ആം ആദ്മിക്ക് പണമോ ആൾബലമോ ഉണ്ടായിരുന്നില്ല. സത്യസന്ധത കൈമുതലാക്കിയായിരുന്നു മത്സരം. അധികാരത്തിലെത്തിയ ശേഷം സത്യസന്ധമായി പ്രവർത്തിച്ചുവെന്നും അദ്ദേഹത്തിന്റെ ജനതാ കി അദാലത്തിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് കെജ്രിവാൾ പറഞ്ഞു. PV അൻവർ MLA തീക്കൊള്ളികൊണ്ട് തലചൊറിയുന്നുവെന്ന് CPM നേതാവ് AK ബാലൻ. 5 നേരം നിസ്കരിക്കുന്നതിനാലാണ് അൻവറിനെതിരെ ആരോപണങ്ങൾ ഉണ്ടാകുന്നത് എന്നത് കള്ളപ്രചാരണമെന്നും ഈ തുറുപ്പുചീട്ട് അദ്ദേഹം ഉപയോഗിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നതായും അദ്ദേഹം പറഞ്ഞു. അൻവർ കള്ളപ്രചാരണം നടത്തുന്നു. മലപ്പുറം ജില്ലാ സെക്രട്ടറി കാക്കിയിട്ട RSSകാരാണെന്ന് അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസ് പാരമ്പര്യമുള്ളയാളുടെ മകന് ചേർന്നതല്ല ഈ പരാമർശങ്ങൾ. അൻവറിന് എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ലെന്നും AK ബാലൻ പറഞ്ഞു. അന്വേഷണം ആവശ്യപ്പെട്ട അൻവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം സർക്കാർ അംഗീകരിച്ചിട്ടുണ്ട്. അൻവറിന് പാർട്ടി വലിയ പിന്തുണ നൽകി. അൻവറിന്റെ ഒരാവശ്യത്തോടും പാർട്ടി പിന്തിരിഞ്ഞു നിന്നിട്ടില്ല. ഒരാഴ്ച കൂടി കാത്തിരുന്നെങ്കിൽ ഒന്നും സംഭവിക്കില്ലായിരുന്നുവെന്നും AK ബാലൻ പറഞ്ഞു. മതന്യൂനപക്ഷങ്ങൾക്കിടയിൽ മുഖ്യമന്ത്രിയെ ഒറ്റപ്പെടുത്തുവാനാണ് അൻവറിന്റെ ശ്രമം. RSS ചാരനാണെന്ന പ്രചാരണം ശക്തിപ്പെടുത്താനുമാണ് ലക്ഷ്യം. LDFന്റെ ജനകീയ അടിത്തറ പൊളിക്കുവാനാണ് ശ്രമം. UDF അജണ്ട അൻവർ നടപ്പിലാക്കുകയാണെന്നും AK ബാലൻ ചൂണ്ടിക്കാട്ടി. തന്നെ കള്ളനാക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിച്ചതെന്നാണ് ഇപ്പോൾ പറയുന്നത്. അൻവർ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം അന്വേഷണം പുരോഗമിക്കുകയാണെന്നാണ് വസ്തുത. 2 ടീമുകൾ 4 കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കുകയാണ്. അതിന്റെ റിപ്പോർട്ട് ഉടൻ പുറത്തുവരും. മലപ്പുറത്തെ സംബന്ധിച്ച് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 43% വോട്ട് വിഹിതം. മുസ്ലിം ജനതയിൽ നിന്നും വലിയ വിഹിതം ഇടതുപക്ഷത്തിലേക്കുണ്ടായി. മുഖ്യമന്ത്രിയുടെ പ്രതിച്ഛായ മതന്യൂനപക്ഷങ്ങൾക്കിടയിൽ തകർക്കാൻ അദ്ദേഹം RSSന്റെ ചാരനാണെന്ന പ്രചാരണം വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയതാണ്. ന്യൂനപക്ഷത്തിനൊപ്പം നിന്ന വ്യക്തിയാണ് പിണറായി. തലശ്ശേരി മാറാട് കലാപങ്ങളിൽ അദ്ദേഹം കൃത്യമായ ഇടപെടൽ നടത്തി. ഇടതുപക്ഷത്തിന്റെ ജനകീയ അടിത്തറ തകർക്കുകയെന്നത് UDFന്റെ അജണ്ടയാണെന്നും AK ബാലൻ പറഞ്ഞു. ബഹുമാനപ്പെട്ട പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും പാർട്ടി നിലപാടും ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിലപാടും വ്യക്തമാക്കിയ സാഹചര്യത്തിൽ പുതുതായിട്ടൊന്നും പറയാനില്ല എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ പ്രതികരിക്കാതിരുന്നത്. പക്ഷേ ഇന്നലെ അൻവർ നിലമ്പൂരിൽ നടത്തിയൊരു പ്രസംഗമുണ്ട്. അതിന് ഏതാണ്ട് അതേ ശൈലി പിടിച്ചുകൊണ്ട് തന്നെയായിരിക്കും അദ്ദേഹം കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും പ്രസംഗിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് അദ്ദേഹം നൽകിയിട്ടുള്ള സൂചന. ഇത് യഥാർത്ഥത്തിൽ ഒരു തീക്കൊള്ളി കൊണ്ട് തലയൊറിയലായി. ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കുന്നതല്ല. അൻവറിനെ പോലുള്ള ഒരാളുടെ ഭാഗത്ത് നിന്ന് മതത്തെയും അതുപോലെ തന്നെ വിശ്വാസത്തെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അംഗീകരിക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള ചില സമീപനങ്ങൾ. അൻവർ എന്ന പേരും 5 നേരം നിസ്കരിക്കുന്നതുമാണ് എനിക്കെതിരായിട്ടുള്ള ആരോപണമെന്ന കള്ളപ്രചരണമാണ് ഇന്നലെ അദ്ദേഹം ഒരു തുരുപ്പ് ചീട്ട് എന്നുള്ള നിലയിൽ പ്രസംഗത്തിൻ്റെ ഇടയിൽ ഇടക്കിടക്കിങ്ങനെ കാച്ചിവിട്ടത്. മലപ്പുറം ജില്ലാ സെക്രട്ടറി കാക്കി ഉടുപ്പുള്ള RSSകാരനാണെന്ന് വരെ അദ്ദേഹം പറഞ്ഞു. ജില്ലാ സെക്രട്ടറിയുടെ അച്ഛൻ സർക്കസിലെ കോമാളിയാണ്, ആ കോമാളിയുടെ മകനാണ് ജില്ലാ സെക്രട്ടറി എന്ന് വരെ പറഞ്ഞു. ഇത് ഒരു നെഹ്റു താമസിച്ച ഒരു വീട്ടിലെ പാരമ്പര്യമുള്ള ഒരു പിതാവിൻ്റെ മകന് യോജിച്ചതാണോ ഈ പ്രയോഗങ്ങൾ? അത് അദ്ദേഹം പരിശോധിക്കേണ്ടതാണ്. ഞങ്ങളെ നഖശികാന്തം എതിർക്കുന്നതാണല്ലോ ചില സോഷ്യൽ മീഡിയയിൽ പറയുന്ന കാര്യങ്ങൾ. അതിൽ പ്രധാനപ്പെട്ടതാണ് ജയശങ്കർ. എല്ലാ ദിവസവും മുഖ്യമന്ത്രിക്കെതിരായിട്ട് പറയുന്നതാണ്. ആ ജയശങ്കറുടെ തലയിൽ മലം കലർത്തിയ വെള്ളമൊഴിക്കുമെന്ന് വരെ അദ്ദേഹം പറഞ്ഞു. അപ്പോൾ എന്താണ് അദ്ദേഹത്തിന് സംഭവിച്ചത് എന്നുള്ളതറിയില്ല. ഇപ്പോൾ അവസാനം പറയുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്നെ കള്ളനാക്കാൻ മുഖ്യമന്ത്രി ശ്രമിച്ചു, അതുകൊണ്ടാണ് ഞാൻ പ്രകോപിതനായത് എന്നാണ്. എന്താണ് യഥാർത്ഥത്തിലുള്ള വസ്തുത? അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട 4 കാര്യങ്ങളെ സംബന്ധിച്ചും
സമഗ്രമായ അന്വേഷണം നടക്കുകയാണ്. ഒന്ന് DGPയുടെ നേതൃത്വത്തിലുള്ള സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം, മറ്റൊന്ന് വിജിലൻസ് DGPയുടെ നേതൃത്വത്തിലുള്ള ടീം. ഈ 2 ടീമുകളും 4 കാര്യങ്ങളെ സംബന്ധിച്ചിട്ട് അന്വേഷിക്കുകയാണ്. ഒരന്വേഷണത്തിൻ്റെ ഭാഗമായി ഒരാഴ്ചക്കുള്ളിൽ റിപ്പോർട്ട് വരും. റഷ്യയിൽ യുക്രൈൻ ഷെല്ലാക്രമണത്തിൽ കൊല്ലപ്പെട്ട തൃശൂർ കല്ലൂർ സ്വദേശി സന്ദീപിന്റെ മൃതദേഹം നാട്ടിലെത്തിച്ചു. സൈനിക ക്യാന്റീനിൽ ജോലിക്കായി പോയ സന്ദീപ് പിന്നീട് റഷ്യയിൽ നടന്ന യുക്രൈൻ ആക്രമണത്തിൽ കൊല്ലപ്പെടുകയായിരുന്നു. സന്ദീപിനൊപ്പം പോയവരിൽ മറ്റ് 2 പേർ ഇപ്പോഴും റഷ്യയിൽ തുടരുകയാണ്. ചാലക്കുടിയിലെ ഏജൻസി വഴി കഴിഞ്ഞ ഏപ്രിൽ 2-നാണ് സന്ദീപും മറ്റു 2 പേരും റഷ്യയ്ക്ക് പോയത്. റഷ്യൻ സൈനിക ക്യാമ്പിലെ ക്യാന്റീനിലാണ് ജോലിയെന്നും 2.5 ലക്ഷം രൂപയോളം ശമ്പളമുണ്ടെന്നും പ്രാഥമിക ട്രെയിനിങ് കഴിഞ്ഞാൽ പിന്നീട് ക്യാന്റീനിലേക്ക് മാറ്റുമെന്നുമായിരുന്നു ബന്ധുവായ ഏജന്റ് മൂവർക്കും നൽകിയ ഉറപ്പ്. എന്നാൽ സംഭവിച്ചത് മറിച്ചായിരുന്നു. റഷ്യയിലെത്തിയ ഉടനെ ബന്ധുക്കളുമായുള്ള ബന്ധം വിടുവിച്ചു. 1.5 മാസത്തെ കഠിന ട്രെയിനിങ്ങിന് ശേഷം യുദ്ധഭൂമിയിലേക്ക് ഇറക്കിവിട്ടു. ഏതു സമയത്തും മരണം പ്രതീക്ഷിച്ചായിരുന്നു പിന്നീടുള്ള ജീവിതം. ഇതിനിടയിലാണ് യുക്രൈൻ ഷെല്ലാക്രമണത്തിൽ സന്ദീപ് കൊല്ലപ്പെട്ടത്. സന്ദീപ് ചന്ദ്രന്റെ മരണത്തിൽ തൃശൂർ റൂറൽ SP-യുടെ നിർദ്ദേശപ്രകാരം ചാലക്കുടി DYSP അന്വേഷണം നടത്തിയിരുന്നു. മരിച്ച സന്ദീപിന്റെ കേരളത്തിൽ നിന്നുള്ള റഷ്യൻ യാത്രയെക്കുറിച്ചാണ് പോലീസ് അന്വേഷിക്കുന്നത്. ഓഗസ്റ്റ് 19-നാണ് സന്ദീപ് മരിച്ച വിവരം വീട്ടുകാർ അറിയുന്നത്. സന്ദീപ് ഉൾപ്പെടെ 12 അംഗ പെട്രോളിംഗ് സംഘം കൊല്ലപ്പെട്ട വിവരം മലയാളി അസോസിയേഷൻ വഴിയാണ് കുടുംബം അറിഞ്ഞത്. സന്ദീപിനെ പോലെ 6 പേരാണ് റഷ്യയിലേക്ക് പോയിരുന്നത്. അതിൽ 3 പേർ സുരക്ഷിതരായി തിരികെ എത്തി. ഇനിയും 2 പേർ റഷ്യയിൽ നിന്ന് തിരികെ എത്തുവാനുണ്ട്. കുട്ടനല്ലൂർ സ്വദേശി ജൈനന്റെയും വടക്കാഞ്ചേരി സ്വദേശി ബിനിലിന്റെയും നില അപകടത്തിലാണെന്ന് ബന്ധുക്കൾ പറയുന്നു. സംസ്ഥാനത്തെ ഉന്നതരുടെ ഫോൺ വിവരങ്ങൾ ചോർത്തിയെന്ന് സ്വയം വെളിപ്പെടുത്തിയ PV അൻവർ MLA-ക്കെതിരെ പോലീസ് കേസെടുത്തു. സൈബർ ക്രൈം നിയമപ്രകാരം രജിസ്റ്റർ ചെയ്ത കേസിൽ സമൂഹത്തിൽ കലാപത്തിന് ശ്രമിച്ചെന്നും FIR-ലുണ്ട്. CPM-ഉം സർക്കാരുമായി തുറന്ന ഏറ്റുമുട്ടൽ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് കേസെടുത്തത്. കോട്ടയം നെടുങ്കുന്നം സ്വദേശിയായ തോമസ് പീലിയാനിക്കലിന്റെ പരാതിയിലാണ് കോട്ടയം കറുകച്ചാൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് അന്വേഷണം പ്രത്യേക സംഘത്തിന് കൈമാറും. അൻവറിന്റെ വെളിപ്പെടുത്തൽ മറ്റുള്ളവരുടെ സ്വകാര്യതാ ലംഘനമെന്നാണ് പരാതി. പൊതുസുരക്ഷയെ ബാധിക്കുന്ന വിധത്തിൽ സംസ്ഥാനത്തെ ഉന്നത ഉദ്യോഗസ്ഥരുടെയും മറ്റും ഫോൺ വിവരങ്ങൾ ടെലികമ്മ്യൂണിക്കേഷൻ സംവിധാനത്തിൽ നിയമവിരുദ്ധമായി കടന്നുകയറി PV അൻവർ ചോർത്തുകയോ ചോർത്തിപ്പിക്കുകയോ ചെയ്തുവെന്നാണ് FIR-ൽ പറയുന്നത്. ഇക്കാര്യം ദൃശ്യമാധ്യമങ്ങളിലൂടെ പരസ്യമായി വെളിപ്പെടുത്തിയ പ്രതി പൊതുജനങ്ങൾക്കിടയിൽ പകയും ഭീതിയും ഉണ്ടാക്കി കലാപമുണ്ടാക്കുവാനും ശ്രമിച്ചുവെന്നും FIR-ൽ ഉണ്ട്. ഭാരതീയ ന്യായ സംഹിതയുടെ 192-ാം വകുപ്പ് പ്രകാരമാണ് കേസ്. കേസിന്റെ തുടർ നടപടികളും ഇനി നിർണായകമാണ്. നോട്ടീസ് നൽകി PV അൻവറിനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യേണ്ടിവരും. കേസിനെതിരെ അൻവർ കോടതിയെ സമീപിച്ചാലും വാർത്താസമ്മേളനത്തിനടക്കം അൻവർ നടത്തിയ അവകാശവാദങ്ങൾ മുൻനിർത്തിയാകും സർക്കാർ നീക്കം. സൈബർ കുറ്റകൃത്യത്തിന്റെ പരിധിയിലാണ് കേസ് വരുന്നത്. അൻവറും CPM-ഉം തമ്മിലുള്ള പോരിൽ നിർണായകമാവുകയാണ് ഫോൺ ചോർത്തൽ കേസ്. പോലീസ് ഉദ്യോഗസ്ഥരുടെ ഉൾപ്പെടെ ഫോൺ ചോർത്തിയ സംഭവവും ഗൗരവമേറിയ വിഷയമാണെന്നും സംഭവത്തിൽ റിപ്പോർട്ട് തേടിയിട്ടുണ്ടെന്നും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. തനിക്ക് പരാതി കിട്ടിയാൽ നിയമപരമായ നടപടികൾ സ്വീകരിക്കുമെന്നും ഗവർണർ പറഞ്ഞിരുന്നു. ഇതിനു പിന്നാലെയാണ് അൻവറിനെതിരെ കറുകച്ചാൽ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഞാൻ കൊടുത്ത പരാതിയിൽ ഞാൻ പറഞ്ഞതിലുള്ള കാര്യം അതാണ്. ഈ സ്വർണ്ണപ്പണിക്കാരൻ ഉണ്ണി ഈ കഴിഞ്ഞ 3 വർഷം കൊണ്ട് മാത്രമുണ്ടാക്കിയ സമ്പത്ത് ഈ അന്വേഷണ ഏജൻസി അന്വേഷിച്ചാൽ മനസ്സിലാവും. ഇന്നലെ വരെ ഒരാളാ വഴിക്ക് പോയിട്ടില്ലല്ലേ? ഇപ്പൊ പറഞ്ഞതിനൊക്കെ തെളിവ് ആരുണ്ടാക്കി കൊടുക്കണം? ഞാൻ ഉണ്ടാക്കി കൊടുക്കണം. ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അങ്ങോട്ടും പോവില്ല. പത്രക്കാരെ മുഴുവൻ വിളിച്ച് കൊണ്ടോട്ടിയിലൂടെ നടക്കേണ്ടി വന്നു PV അൻവറിന്. നിങ്ങൾ കണ്ടല്ലോ. എന്നിട്ടും സംസ്ഥാനത്തെ ഭരണകക്ഷിക്കോ പോലീസിനോ ഒരു അനക്കവുമില്ല. എന്റെ മൊഴിയെടുത്തപ്പോൾ ഞാൻ പറഞ്ഞു IG-യോട് 188ഓളം കേസാണ് പോലീസ് ഇതുപോലെ ബുക്ക് ചെയ്തിട്ടുള്ളത്. ഒരു 10 ആൾ IG നിങ്ങൾ വിളിപ്പിക്കുക, അവരോടൊന്ന് അന്വേഷിക്കുക. നിങ്ങൾ സ്വർണവുമായിട്ട് പുറത്തിറങ്ങിയിട്ട് എവിടുന്നാ പോലീസ് പിടിച്ചത്? എങ്ങോട്ടാ കൊണ്ടുപോയത്? എങ്ങനെയാ ചോദ്യം ചെയ്തത്? സ്വർണം എവിടെ വെച്ചാ ഒരുക്കിയത്? എത്ര ഗ്രാം ഉണ്ടായിരുന്നു? ഒരാളെ വിളിച്ചിട്ടില്ല. ഒരാളെ. എന്താണ് അന്വേഷണം? ഒരാളെ വിളിച്ചിട്ടില്ല സുഹൃത്തുക്കളെ, നിങ്ങൾ മനസ്സിലാക്കണം.
അവസാനം മുഖ്യമന്ത്രി എന്നെ കള്ളനാക്കിയപ്പോ രണ്ടും കൽപ്പിച്ച് ഞാൻ ഇറങ്ങി. നാട്ടുകാരുടെ സഹായത്തോടും പിൻബലത്തോടും ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ടും ആ 2 പാസഞ്ചേഴ്സ് വരാൻ തയ്യാറായി, അവരുടെ കുടുംബസമേതം. പടച്ചോൻ എന്നെ കാത്തത് എവിടെ അറിയാം നിങ്ങൾ? ഈ 2 പാസഞ്ചേഴ്സ് വരുമ്പോൾ അവരെ റിസീവ് ചെയ്യാൻ പോയത്, ഒരാളെ റിസീവ് ചെയ്യാൻ പോയത് അവൻ്റെ വാപ്പയുമ്മയാണ്, മറ്റേ കുട്ടിയെ റിസീവ് ചെയ്യാൻ പോയത് അവൻ്റെ ഭാര്യയും ഭാര്യയുടെ ജ്യേഷ്ഠത്തിയും അമ്മാവൻ്റെ മകനുമാണ്. ആ സംഭവങ്ങൾ മുഴുവൻ അവർ വിവരിച്ചത് നിങ്ങൾ കേട്ടല്ലോ. ഇങ്ങനെ പബ്ലിക്കായിട്ട് ഈ 2 ആളെ കാര്യം ഞാൻ പുറത്തു വിട്ടിട്ട് പ്രിയപ്പെട്ട കേരളത്തിലെ 3.5 കോടി ജനങ്ങളോടാണ് ഞാൻ പറയുന്നത്. ആ പാസഞ്ചർമാരെ അടുത്ത് പോയിട്ട് അവരോടൊന്ന് ചോദിച്ചോ, പോലീസ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം, ബാക്കിയൊക്കെ വിടൂ. ഈ 3.5 കോടി ജനങ്ങളോട് അവർ പറയുന്നത് കേട്ടിട്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, ഞാൻ പുറത്തുവിട്ട വീഡിയോയിലെ ആളുകൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടല്ലോ, ആ 2 പാസഞ്ചേഴ്സും അവരുടെ കുടുംബവും, ഒന്ന് തൊട്ടടുത്ത കാളികാവിലും ഒന്ന് കൊടുവള്ളിയിലുമാണ്. എന്തേ അന്വേഷിക്കാത്തത്? എന്താ അന്വേഷിക്കാത്തത്? ഇപ്പൊ അൻവർ ഫോണ് ചോർത്തിയതിന് കേസെടുത്ത് നടക്കുക അല്ലേ? അതല്ലേ? നമ്മൾക്ക് നോക്കാം. ഇങ്ങനെ പ്രതികരണമില്ലാതെ നിൽക്കുകയാണ് നിങ്ങൾ, മനസ്സിലായോ? വെള്ളരിക്ക പട്ടണമായി മാറിയിരിക്കുന്നു കേരളം, നിങ്ങൾ മനസ്സിലാക്കിക്കോ. ഞാൻ വിശദീകരിക്കുന്നില്ല, മണിക്കൂറുകൾ നാളെ രാവിലെ വരെ നിന്ന് പറയാൻ എനിക്ക് കഴിയും. ഒരു കടലാസിന്റെ സഹായം വേണ്ട, എൻ്റെ മനസ്സിലുണ്ട്. ഞാൻ സൂചിപ്പിച്ച് പോവാണ്. ഇപ്പൊ പാർട്ടി സഖാക്കൾ ഒരു കാര്യം മനസ്സിലാക്കണം, പാർട്ടിക്ക് കൊടുത്ത സമയവും ഞാൻ പരിഗണിച്ചില്ല എന്നാണല്ലോ ഇവിടെ പ്രചരണം. ഞാനിത് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരുന്നു. ഞാൻ നിരന്തരമായി പറഞ്ഞതിൻ്റെ പേരിലാണ് ഞാൻ ഈ കേരളത്തിൽ വിശ്വസിച്ചൊരു മനുഷ്യനുണ്ടായിരുന്നു രാഷ്ട്രീയത്തിൽ. അറിയാം നമുക്ക്, അത് സഖാവ് പിണറായി വിജയനായിരുന്നു. എൻ്റെ വാപ്പ എന്ന് പറഞ്ഞാൽ എൻ്റെ ഹൃദയത്തിൽ അദ്ദേഹം എൻ്റെ വാപ്പ തന്നെയായിരുന്നു. എന്തുകൊണ്ടാണെന്നറിയാം നിങ്ങൾ? ഈ രാജ്യം നേരിടുന്ന വർഗീയ വിഷയങ്ങളിൽ ശക്തമായ നിലപാടെടുക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അതിശക്തനായ നേതാവ് എന്നതായിരുന്നു എൻ്റെ വിശ്വാസം. എത്ര റിസ്ക് ഈ പാർട്ടിക്ക് വേണ്ടി ഞാൻ എടുത്തിട്ടുണ്ട്. കേരളത്തിൻ്റെ നിയമസഭയിൽ കഴിഞ്ഞ 8 വർഷം ഒരാളും മിണ്ടൂല, എന്തെങ്കിലുമൊക്കെ പറയും. പ്രതിപക്ഷം ഉന്നയിക്കുന്ന അനാവശ്യമായ മുഖ്യമന്ത്രിക്കും പാർട്ടിക്കും നേരെയുള്ള ആരോപണങ്ങൾ എത്ര തവണ ഞാൻ റെസിസ്റ്റ് ചെയ്തു. എത്ര ശത്രുക്കളെ ഈ രാജ്യം മുഴുവൻ ഈ പാർട്ടിക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കി. കയ്യും വെട്ടും കാലും വെട്ടും അല്ലേ? വെട്ടിക്കോളി, കുഴപ്പമില്ല, നിങ്ങൾക്ക് വേണ്ടി പറയാ. ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരിക്കലും ആ പാർട്ടി പ്രവർത്തകരെ തള്ളി പറയില്ല. പാർട്ടി എന്ന് പറഞ്ഞാൽ സാധാരണ സഖാക്കളാണ്, പാവങ്ങളാണ്, അവർക്ക് വേണ്ടിയായി പറഞ്ഞത്. നേപ്പാളിൽ കനത്ത മഴയിലും മണ്ണിടിച്ചിലിലും മരിച്ചവരുടെ എണ്ണം 192ആയി. 30 പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. 194 പേർക്ക് പരിക്കേറ്റു. സൈന്യം, പോലീസ്, ആംഡ് പോലീസ് തുടങ്ങിയവരെ ഇറക്കി രക്ഷാപ്രവർത്തനം ശക്തിപ്പെടുത്തുവാൻ പ്രധാനമന്ത്രി പ്രകാശ് മൻസിംഗ് വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിൽ തീരുമാനമായി. ആകെ 4500-ൽ പരം ആളുകളെ പ്രളയം ബാധിച്ചിട്ടുണ്ടെന്നാണ് ഔദ്യോഗിക വിവരം. വെള്ളപ്പൊക്കത്തിൽ അകപ്പെട്ട 4000-ഓളം പേരെ നേപ്പാൾ സൈന്യവും പോലീസും ചേർന്ന് രക്ഷപ്പെടുത്തി. 162 പേരെ എയർലിഫ്റ്റ് ചെയ്തതായി സൈന്യം അറിയിച്ചു. കാഠ്മണ്ഡുവിന്റെ പ്രാന്തപ്രദേശത്തുള്ള ബൽഗു മേഖലയിൽ സാമൂഹിക പ്രവർത്തകരുടെ സഹായത്തോടെ 400 പേർക്ക് ഭക്ഷണം വിതരണം ചെയ്തു. മണ്ണിടിച്ചിലിനെ തുടർന്ന് 100 കണക്കിന് ആളുകൾ വിവിധ ഹൈവേകളിൽ കുടുങ്ങിയതോടെ ദേശീയപാത ഉപരോധിച്ചു. തടസ്സങ്ങൾ നീക്കി ഗതാഗതം പുനഃസ്ഥാപിക്കുവാനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്ന് അധികൃതർ അറിയിച്ചു. പ്രളയത്തെ തുടർന്ന് നേപ്പാളിൽ 300-ലധികം വീടുകളും 16 പാലങ്ങളും തകർന്നതായാണ് റിപ്പോർട്ട്. കഴിഞ്ഞ 45 വർഷത്തിനിടെ ഉണ്ടായ ഏറ്റവും വലിയ വെള്ളപ്പൊക്കമാണിതെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദവും മൺസൂണും പതിവിനേക്കാൾ വടക്കുമാറി സ്ഥിതി ചെയ്യുന്നതാണ് അതിശക്തമായ മഴയ്ക്ക് കാരണമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. രാജ്യത്തുടനീളം കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തലസ്ഥാനത്തെ ചില പ്രദേശങ്ങളിൽ 322.2 മില്ലിമീറ്റർ വരെ മഴ പെയ്തുവെന്നാണ് കണക്ക്. ബാഗ്മതി നദിയിൽ അപകടനില കടന്ന്
2.2 മീറ്റർ ജലനിരപ്പ് ഉയർന്നു. കാഠ്മണ്ഡു താഴ്വരയിൽ കനത്ത നാശനഷ്ടമുണ്ടായതായി നേപ്പാൾ ആഭ്യന്തരമന്ത്രി രമേശ് ലേഖക് സ്ഥിരീകരിച്ചു. നേപ്പാൾ ആർമി, സായുധ പോലീസ് സേന, നേപ്പാൾ പോലീസ് എന്നിവർ രാജ്യത്തുടനീളം രക്ഷാപ്രവർത്തനം തുടരുകയാണെന്നും ലേഖക് പറഞ്ഞു. 54 വർഷത്തിനിടെ ഏറ്റവും ഉയർന്ന മഴയാണ് നേപ്പാളിൽ പെയ്തിറങ്ങിയത്. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്താൽ വ്യാഴാഴ്ച വൈകുന്നേരം മുതൽ പെയ്ത കനത്ത മഴയാണ് ദുരന്തത്തിന് കാരണമായത്. ഇതോടെ ഗുഡ്നസ് ഈവനിംഗ് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്താ അപ്ഡേറ്റുകൾക്കായി ഗുഡ്നസ് ന്യൂസ് ചാനൽ സന്ദർശിക്കുക. നന്ദി.